ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്, വണക്കം, നമസ്കാർ. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയോ? പ്രാർത്ഥിച്ചോ? വചനം വായിച്ചു? ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും കിട്ടിയോ? വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല, വെയിറ്റ് വേണമല്ലോ നമുക്ക്. കഴിക്കുക എന്നുള്ളതും നല്ല ഭക്ഷണമല്ല, ഭക്ഷിച്ച് കഴിക്കുക എന്നുള്ളതും അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. എത്രയോ പേര് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. നമുക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മൾ ഈ 2025 ഇത്രയും ഈ ഒരു വർഷം മുഴുവൻ നമ്മളെ കാത്തു സൂക്ഷിച്ചതിനൊരു നന്ദിയായിട്ടും, പിന്നെ നമ്മൾ വെൽക്കം ചെയ്യുക 2026 നമുക്ക് എല്ലാവർക്കും നന്മ വരണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ബ്ലെസ്സഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ, അതൊക്കെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ന്യൂ ഇയറിൻ്റെ 31st പ്രെയറൊക്കെ ഉണ്ട്, ചർച്ചുകളിൽ പ്രെയറുണ്ട്. പലരും പല വിധത്തിൽ സെലിബ്രേറ്റ് ചെയ്യും, വെൽക്കം ചെയ്യും 2026. അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താണോ കിട്ടുന്നത്, നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, ആ ഭക്ഷണം ഒരു നമ്മുടെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. ഒത്തിരി നമ്മളങ്ങ് വലിച്ചു വാരി കഴിക്കാതിരിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. റാഗി നല്ലതാണ്, പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ് ഭയങ്കര നല്ലതാണ്. അത് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് നല്ലതാണ്. എനിക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ലൂസ് മോഷൻ നന്നായിട്ട് പോകും, വയറ്റിൽ നിന്ന് നല്ലതായിട്ട് പോകും. ചിലവർക്ക് പിന്നെ കുടിച്ചാലും അങ്ങനെ ഒന്നും പറ്റാത്ത ഉണ്ട്. എനിക്കാണെങ്കിൽ അത് നല്ല എഫക്റ്റീവാണ്. ഇപ്പം നെല്ലിക്കയുടെ ജ്യൂസ്, റാഗി, പിന്നെ ചിക്കൻ, നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തൊക്കെ, ഇഡലി, അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ലാസ്റ്റ് നമുക്ക്